യാത്രക്കിടെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വീൽ മുറിഞ്ഞ് അപകടത്തിൽപ്പെട്ട ഗൃഹനാഥൻ മരിച്ചു. കോഴിക്കോട് ഫറൂഖ് കോളേജ് സ്വദേശി സജീവാണ് ചികിത്സയ്ക്കിടെ മരിച്ചത്. സ്കൂട്ടർ നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്നും നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിക്കുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഫറൂഖ് കോളേജ് സ്വദേശികളായ സജീവ്, ഭാര്യ ബേബി ഹസീന എന്നിവർ കഴിഞ്ഞ ജനുവരി 24-ാം തീയതിയാണ് അപകടത്തിൽപ്പെട്ടത്. പുതിയതായി വാങ്ങിയ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കൊണ്ടിരിക്കെ തൊണ്ടയാട് ബൈപ്പാസിൽ വെച്ച് വീൽ മുറിഞ്ഞ് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റു. ചികിത്സയ്ക്കിടെയാണ് സജീവ് മരിച്ചത്. വാഹനത്തിന്റെ നിർമ്മാണത്തിലെ പിഴവാണ് അപകടത്തിന് ഇടയാക്കിയതെന്നും നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യപ്പെട്ട് നിയമ നടപടിക്കൊരുങ്ങുകയാണ് ബന്ധുക്കൾ. അപകടത്തിന് പിറകെ സ്കൂട്ടർ നിർമ്മാണ കമ്പനിക്ക് പരാതി നൽകിയിരുന്നെങ്കിലും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. ഒരു ഏകദേശം 6 മാസമായിട്ടുള്ള വണ്ടി എടുത്തിട്ട് ഹീറോന്റെ വിട എന്ന് പറഞ്ഞ ഇലക്ട്രിക് വണ്ടിയാണ്. ഇത്തരം മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് സംഭവിച്ചുകൊണ്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. കമ്പനീന്റെ ഭാഗത്തുനിന്ന് വേറെ രീതിയിലുള്ളൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധിയും കൂടി നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ആ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വേറൊരു രീതിയിലുള്ള ഇതുമില്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ എന്തായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് വിചാരിക്കുന്നത്. 16 ലക്ഷം രൂപയോളം നിലവിൽ ചികിത്സാ ചെലവുകൾ വന്നു. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് കുടുംബം. 24 കോഴിക്കോട്.